തന്നിട്ടുള്ള ആദ്യം നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, മുകളിൽ കാണുന്ന മാതൃകയുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിന്റെ ചിത്രം ഹോം ഇമേജ് 10 ഫോൾഡറിൽ മാസ്ക് എന്ന് നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം രജിസ്റ്റർ നമ്പർ _ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, സേവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ എടുക്കുക, ആപ്ലിക്കേഷനിലെ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എടുക്കുക. അപ്പോൾ ഇങ്ക്സ്കേപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമാണ് തുറന്നു വരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അപ്പോൾ എന്തായിരുന്നു, ആദ്യം അതിന് ബോക്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോക്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ടൂൾ എടുക്കുന്നു, നമ്മളൊരു കളർ എടുത്ത് ബോക്സ് വരയ്ക്കുന്നു. നമ്മുടെ ആവശ്യത്തിനൊരു വലുപ്പം കിട്ടുന്ന പോലെ ഒരു ബോക്സ് വരച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിനൊരു കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളർ ബോക്സ് ഇഷ്ടംപോലെ അടിയിൽ കളറുകൾ കിടക്കുന്നുണ്ട്. നീക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളറുണ്ട്. അതിൽ നമുക്ക് ഏകദേശം ഒരു കളർ തോന്നുന്നൊരു കളറ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒരുപാട് നീലകളുണ്ട്. ഏകദേശം നീല തോന്നുന്നു സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. ആ ഒരു ചിത്രം ഇമ്പോർട്ട് ചെയ്യണം, മാസ്ക് PNG എന്നുള്ളത്. അതിനകത്ത് ഇമേജ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമേജ് 10 mask.png ഇതാണ് ആ ചിത്രം. ഇത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഒരു ഡയലോഗ് വരും, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ ആ സെലക്ഷൻ ടൂൾ എടുക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുവയ്ക്കുകയാണ്, ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഞാൻ അതിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് ക്രമീകരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ആ വലുപ്പത്തിലേക്ക് ഒന്ന് ക്രമീകരിക്കുന്നു. ഇനി അതിൽ എന്ത് എഴുതണം, പ്ലീസ് വെയർ എ മാസ്ക് എന്ന് എഴുതി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടൂൾ ഭാഗത്ത് നിന്ന് ടെക്സ്റ്റ് എഡിറ്റർ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എടുത്തിട്ട് നമ്മൾ മൗസ് കൊണ്ടൊന്ന് ക്രോസർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം വരും. അപ്പോൾ ഇതിൽ ക്യാപ്സ് ലോക്ക് കൊടുത്തിട്ട് പ്ലീസ് വെയർ എ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൽ കാണുന്നത് പോലെ അവിടെ ടൈപ്പ് ചെയ്ത് വെക്കണം. ഇത് ചെറുതാണ്. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് മാറ്റാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഫോണ്ട് മാറ്റാൻ ഞാൻ ഇപ്പോൾ മൗസ് കൊണ്ടെടുത്ത് കാണാം. അതിന് വളരെ എളുപ്പത്തിൽ നമ്മൾ ആ പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ള വലുപ്പത്തിലേക്ക് എത്തും. നമ്മൾ നോക്കി കളറൊന്ന് മാറ്റണം. അപ്പം അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. നമ്മുടെ യുക്തിക്കും ചിത്രത്തിനനുസരിച്ച് നമ്മുടെ യുക്തി പോലെ എത്രത്തോളം വലുതാക്കണം ചെറുതാക്കണം എന്നൊക്കെ നോക്കി പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ആ പണി നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് നീല കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ ഒരു 80% പണി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് നമ്മുടെ യുക്തി പോലെ സെറ്റ് ചെയ്യുന്നു. ഒരു സ്റ്റിക്കർ ആയി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇത് ഓരോന്നോരോന്നേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് പകരം എല്ലാം കൂടി ഒറ്റ ഗ്രൂപ്പ് ആക്കുന്നതിന് വേണ്ടി എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒന്ന് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യുക. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡ് കൊടുത്താൽ റൈറ്റ് സൈഡ് മൗസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് എന്ന് വരും. അപ്പോൾ ആ ഗ്രൂപ്പ് ഒന്ന് കൊടുത്താൽ പണി കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാം 10 ഫോൾഡറിൽ SVG ഫയലായിട്ട്. അപ്പോൾ നമ്മൾ ഫയലിൽ സേവ് ആസ് എടുക്കുന്നു. നമ്മുടെ ആ പേര് ഒന്നും മാറ്റുന്നില്ല, പേര് മാറ്റുന്നുണ്ട്. ആ ഫോൾഡർ എക്സാം 10 എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള പേര് രജിസ്റ്റർ നമ്പർ _ സ്റ്റിക്കർ എന്നാണ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു 1 2 3 4 5 6 എന്നുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രോയിങ് ആൻഡ് .svg എന്നുണ്ട്. അതിലൊന്നും ചെയ്യേണ്ടതില്ല. ആ ഡോട്ടിന് മുന്നേ ഉള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ നമ്മുടെ യുക്തിക്കുള്ള പേര് കൊടുക്കുന്നത്, അവർ പറഞ്ഞിട്ടുള്ള പേര് കൊടുക്കുന്നത്. മറ്റേ ഭാഗത്ത് ഒന്നും ചെയ്യണ്ട. അത് കൊടുത്താൽ അടിയിൽ സേവ് ഉണ്ട്, അത് കൊടുത്താൽ സേവ് ആയിക്കോളും. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ വെറുതെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ അടിയിൽ ഫയലിൽ എക്സ്പോർട്ട് ആസ് PNG വന്നാൽ ഇങ്ങനെ ഡയലോഗ് വരും. എക്സ്പോർട്ട് ആസ് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള പേര് നമ്മൾ ആ ഫോൾഡർ ആദ്യം തിരഞ്ഞെടുക്കുന്നത്. എക്സാം 10 എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാം 10 എടുത്തു. എന്നിട്ട് അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ _ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കൊടുക്കുന്നു. അവസാനം അടിയത്തെ സേവ് ഓപ്ഷൻ കൊടുക്കുക.
അപ്പൊ ആ പേര് സേവ് ആയി, എക്സ്പോർട്ട് ആയിട്ടില്ല. അപ്പൊ അതിന്റെ തൊട്ടടിയിൽ ഒരു എക്സ്പോർട്ട് എന്ന ഐക്കൺ കാണാം, അതുകൂടി കൊടുത്താൽ അത് എക്സ്പോർട്ടായി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൂച്ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട്, അതിൽ ചെടിച്ചട്ടി വരച്ച് ഇതുപോലെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പോലെ സേവ് ചെയ്താൽ പോരാ, എക്സ്പോർട്ട് ചെയ്യണം. സേവ് ചെയ്യേണ്ടതില്ല എന്ന് പറയും. ആദ്യമായിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പ് എടുക്കുന്നു. എവിടെയാണ് ഗ്രാഫിക്സിലെ ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നുള്ള ഫോർമാറ്റിൽ എടുത്തു. ഇങ്ക്സ്കേപ്പ് വന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ചട്ടിയുടെ മാതൃക വരയ്ക്കണം. അതിന് ആദ്യമായിട്ട് ഒരു വട്ടം വരയ്ക്കുകയാണ്. ഇതിന്റെ പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതിന്റെ പകുതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകളില് സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞ 2 ഭാഗമുണ്ട്. അപ്പൊ 360 ഡിഗ്രി ആണല്ലോ ഒരു വട്ടം ഫുള്ള്. ഇതിന് പകുതിയല്ല ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് 180 ഡിഗ്രിയെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഡിഗ്രിയിൽ നിന്ന് ആരംഭിച്ച് 180 ഡിഗ്രിയിൽ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എൻഡിന്റെ അവിടെ 180 കൊടുക്കുന്നു, എൻ്റർ കൊടുത്താൽ അതായി. ഇനി ഇതുപോലെ മറ്റൊരു മാർഗം വരയ്ക്കുന്നതിന് വേണ്ടി അതിന്റെ അടിയിൽ നോഡ് ടൂൾ ഉണ്ട്. ആ നോഡ് ടൂളിന്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പാത്ത് ബൈസ് നോട്ട്സ് എന്നുള്ള ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ബോക്സ് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ കാണുന്ന വട്ടത്തിൽ പിടിച്ചു വലിച്ച് നമുക്ക് ആവശ്യമുള്ള പോലെ വലുപ്പത്തിലേക്ക് ആക്കാം. ഞാൻ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ അതിൽ പോയിന്റ്സ് കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ ചട്ടി വരച്ചു. ഇനി ആ ചട്ടിക്ക് ആവശ്യമായ കളർ കൊടുക്കണം. നമ്മുടെ യുക്തിക്കും അതിൽ പറഞ്ഞിട്ടുള്ള കളർ കൊടുക്കുന്നു. നമ്മൾ ആവശ്യാനുസരണം ചട്ടിയുടെ ഷേപ്പ് ഒക്കെ നമുക്ക് മാറ്റാം. ഇനി മറ്റേ ഇമ്പോർട്ട് ചെയ്യണം. ഏതാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ഫ്ലവർ ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഹോമിൽ പേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇമേജ് 10 ഫ്ലവർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ ചട്ടിയുടെ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമുണ്ട്. പണി കഴിഞ്ഞു. ആ ചട്ടിയുടെ ബാക്കിലാണ് പൂവ് ഇരിക്കുന്നത്. ഇത് ചട്ടിയുടെ ഫ്രണ്ടിലാണ് പൂവ് വരുന്നത്. അപ്പൊ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ബാക്കിലേക്ക് ആക്കാനുള്ള ടൂൾസ് നോക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന ലോവർ സെലക്ഷൻ ടു ബോട്ടം എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അത് കൊടുത്താലേ ഇത് ബാക്കിലേക്ക് ആയിക്കോളും. അപ്പോൾ ചട്ടി, പൂവും ചട്ടിയും ഓക്കെ. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 90% പണിയും കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവേഴ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയലില് എക്സ്പോർട്ട് PNG എടുക്കുന്നു. നമ്മൾ എക്സ്പോർട്ടേഴ്സിൽ ആദ്യം നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ഫ്ലവർ എന്നുള്ളത് കൊടുക്കുന്നു. അത് കൊടുത്ത് സേവ് ചെയ്യാണ്. exam10 എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്യണം. ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാൻ കൊടുക്കുന്നു. അടിയിൽ എക്സ്പോർട്ട് കൊടുത്താൽ അത് സേവ് ആയി, എക്സ്പോർട്ടായി. അത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. ഇങ്ക്സ്കേപ്പിൽ മൂന്നാമത്തെ ചെയ്യാനുള്ളതാണ് ഒരു ഗ്ലോബ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വൃത്തം വരച്ച് റേഡിയോ ഗ്രേഡൻ്റായി നിറം നൽകണം. പിന്നെ ലാൻഡ് എന്ന് പറയുന്ന ചിത്രം ഉൾപ്പെടുത്തണം. പിന്നെ സേവ് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വട്ടം വരച്ച് ഗ്രേഡിയൻ്റ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ എടുക്കുന്നു. ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ എടുക്കുന്നു. അതിൽ നമ്മൾ ഒരു വട്ടം വരയ്ക്കുകയാണ്. ഇങ്ങനെ പകുതിയായിട്ടേ വട്ടം വരുന്നുള്ളൂ വെച്ചാൽ ആ മുകളില് കണ്ടല്ലോ, നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ആൻഡ് മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ആൻഡിന്റെ അടുത്ത് ഒരു ഫുൾ വട്ടത്തിന്റെ ചിത്രമുണ്ട്, ഐക്കണുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ വട്ടമായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ കളറൊന്ന് മാറ്റാം. അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നു. ഗ്ലോബിന്റെ ഷേപ്പിലേക്കൊക്കെ ആക്കി കൊടുക്കാം. നമ്മൾ അതിന്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. അത് നല്ല ഭംഗിയിലൊക്കെ ആക്കാം കേട്ടോ. നല്ല 3D എഫക്റ്റിലൊക്കെ ആക്കാൻ പറ്റും.
ഞാനത് വെറുതെ എടുക്കുന്നേ ഉള്ളൂ. ഇനി അതിന്റെ ഗ്രേഡിയന്റ് കൊടുക്കാൻ വേണ്ടി ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഭാഗത്തെടുത്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരും. അതില് ഫില്ല് കൊടുത്തതിൽ കാണാം തൊട്ട് താഴെ ലീനിയർ ഗ്രേഡിയന്റ്, അതിന്റെ അപ്പുറത്ത് റേഡിയൽ ഗ്രേഡിയന്റ് കാണാം. അത് കൊടുത്താൽ ഇങ്ങനെയാവും. അപ്പൊ അതിനകത്ത് നമുക്ക് അതിന്റെ ഇതൊന്ന് റെസൊല്യൂഷനൊക്കെ മാറ്റാനുള്ള സംവിധാനമൊക്കെ വരുന്നുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്നുകൂടി ആ റൗണ്ട് ഷേപ്പ് എടുത്താൽ എന്തുവരും, നമ്മൾ ചിത്രം വരയ്ക്കുന്ന വട്ടം ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരും. ഒരു ഇത് കാണുന്നുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നോട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കളർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. പല രീതിയിൽ അതിന്റെ റേഡിയൽ ഗ്രേഡിയൻസ് നമുക്ക് കൊടുക്കാം. കളർ വരുന്നത് പല രീതിയിലാക്കി കൊടുക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഭംഗി പോലെ യുക്തം പോലെ ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ഒന്ന് അങ്ങനെ ആക്കി വെച്ചു. അത്ര വലിയ ഭംഗിയൊന്നായിട്ടില്ല, കളർ കോമ്പിനേഷൻ ശരിയായിട്ടില്ല. ആ കളർ കോമ്പിനേഷൻ ഒക്കെ ഒന്ന് ശരിയാക്കുന്ന പോലെ ചെയ്ത് ഒന്ന് ഭംഗിയിലാക്കുക. നമുക്ക് ആ ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ലാൻഡിന്റെ ചിത്രം ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമേജ് 10 land.png ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് ആ ഭൂമിയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഭൂമിയുടെ മുകളിൽ വെക്കാം. ഇത്രയും ചെയ്ത് അതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഫയല് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. എല്ലാറ്റിലും ചെയ്യുന്ന പോലെ @globe അവർ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പേര് കൊടുക്കുന്നു. exam10 എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്ത് സേവ് ചെയ്യുന്നു.